ആലപ്പുഴയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്നാലെ ശ്രീനാഥ് ഭാസിയും ഹാജരാകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രണ്ടുപേരോടും 9 മണിക്ക് എത്താനാണ് പറഞ്ഞത്. രണ്ടുപേരും വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ശ്രീനാഥ് ഭാസി ഇപ്പോൾ 8:13 ആകുമ്പോൾ എക്സൈസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അവിടെ എത്തുകയും ഇരുവരുടെയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്യും. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തസ്ലിമ സുൽത്താന എന്ന് പറയുന്ന മുഖ്യപ്രതി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരു മോഡലിനെ കൂടെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്തായാലും രണ്ടുപേരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ എന്തായാലും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വന്നതിന് ശേഷമല്ലേ ആരംഭിക്കൂ? ക്രിസ്റ്റീന, 8:15 ഒടുവിൽ തന്നെ ശ്രീനാഥ് ഭാസിയും ഹാജരായിട്ടുണ്ട്. നേരത്തെ ഷൈൻ ടോം ചാക്കോ ഈ എക്സൈസിന് മുൻപിൽ വെച്ച ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ധാരണ 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്നാണ്. അതേ ഡിമാൻഡ് തന്നെ ഇവിടെ ശ്രീനാഥ് ഭാസിയും എക്സൈസ് സംഘത്തോട് പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോഴും 8:15 തന്നെ എത്തിയിട്ടുള്ളത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എന്താണെങ്കിലും ശ്രീനാഥ് ഭാസി തയ്യാറായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാം എന്നുള്ളൊരു കാര്യമാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും നേരത്തെ വന്നു. അവർ നേരത്തെ വന്നതുകൊണ്ട് അവരെ നേരത്തെ ചോദ്യം ചെയ്ത് വിടണമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, അന്വേഷണ സംഘത്തിന് അവരുടേതായ രീതികളുണ്ട്, അവരുടേതായ സമയമുണ്ട്. ആ സമയത്തായിരിക്കും ചോദ്യം ചെയ്യുന്നത്. ആരെങ്കിലും നേരത്തെ വന്നതുകൊണ്ട് നേരത്തെ ചോദ്യം ചെയ്യുകയോ അത്തരത്തിലുള്ള നമ്മുടെ പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിബന്ധനകൾ വെക്കാനാകുമോ? നിബന്ധനകളല്ല, അവരാവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ ആവശ്യം സാധാരണഗതിയിൽ അംഗീകരിക്കപ്പെടുന്നതല്ല. മനീഷിലേക്ക് പോവുകയാണ്. മനീഷ്, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഷൈൻ ടോം ചാക്കോ എത്തിയത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് വിമാനമാർഗമാണ് രാവിലെ കൊച്ചിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം എത്തിയ ശേഷമാണ് പിന്നീട് ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എക്സൈസ് സംഘത്തോട് പറഞ്ഞത് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി ബാംഗ്ലൂരിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ്. തനിക്ക് ഷൂട്ടിങ്ങും മറ്റുള്ള തിരക്കുകളൊക്കെ തന്നെ മാറ്റിവെച്ച് ഈ ലഹരി ഉപയോഗം സംബന്ധിച്ച് അത് പൂർണ്ണമായും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് താൻ ബാംഗ്ലൂരിലുള്ളത്. അങ്ങനെ ഒരു കാര്യമാണ് എക്സൈസ് സംഘത്തോട് പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് 1 മണിക്കൂർ, ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോകണം. മറ്റു തിരക്കുകളുണ്ട്. ഇന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതാണ്, മടങ്ങി പോകേണ്ടതാണ്. വൈകിട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത്. എറണാകുളത്തെത്തി മറ്റു ചില ആവശ്യങ്ങൾ കൂടിയുണ്ട്. നിയമ ഉപദേശം തേടണം, ഒപ്പം തന്നെ വക്കീലിനെ അടക്കം കാണേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂറിന് ശേഷം വിടുമോ എന്നുള്ള കാര്യം ഇനി ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോഴും പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ ഇപ്പോഴും ഈ ഓഫീസിൽ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുന്നത് ഏകദേശം 9 മണിയോടുകൂടി ആയിരിക്കും. അങ്ങനെയെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞത് 10 മണിക്ക് തന്നെ ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം എപ്പോഴായിരിക്കും മടക്കി വിടുക? ഇനി എത്താനുള്ളത് ഈ കേസിലെ ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ള പാലക്കാട് സ്വദേശിനി, എറണാകുളത്തെ മോഡലാണ് സൗമ്യയാണ്. സൗമ്യ കൂടി എത്തേണ്ടതുണ്ട്. സൗമ്യ കൂടി അല്പനിമിഷത്തിനകം എത്തുന്നതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ദിവസമാണിത്. കാരണം ഇപ്പോഴുള്ള തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളതിൽ നിന്നും ഈ നടന്മാരിൽ നിന്നും ചോദിച്ചറിയേണ്ട ഒരു ചോദ്യാവലി തന്നെ എക്സൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ സുതാര്യമായ മറുപടി ഈ നടന്മാർ നൽകുകയാണെങ്കിൽ അവരെ വിട്ടയക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളടക്കം നടത്തിയിട്ടുള്ള ഈ സൗമ്യ എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പത്തിക ഇടപാട് നടത്തിയത്, ഒപ്പം തന്നെ ഈ നടന്മാരുമായി ബന്ധപ്പെട്ട് ചാറ്റുകളൊക്കെ തന്നെ ഇവർ ഡിലീറ്റ് ചെയ്ത് എന്തിനാണ്, അടക്കമുള്ള കാര്യങ്ങൾക്ക് മറുപടി ലഭിച്ചാൽ മാത്രമേ ഇവരെ വിട്ടയക്കൂ. ഒരു പക്ഷേ ഈ കേസിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചാൽ നടന്മാരെ കൂടി പ്രതി ചേർക്കുകയും അറസ്റ്റ് അടക്കമുള്ള സാധ്യതകൾ കൂടി നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. ക്രിസ്റ്റീന, മനീഷ്, അതുപോലെ തന്നെ ഈ സ്വർണം, ലഹരി, പെൺവാണിഭം, അങ്ങനെ ഒരു ചെറിയ അധോലോകം തന്നെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നല്ലോ തസ്ലിമ സുൽത്താന ആലപ്പുഴയിൽ. അപ്പോൾ ഇവര് കുറേ വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മട്ടിൽ സിനിമാ മേഖലയും അല്ലെങ്കിൽ പ്രമുഖരും ഇവരും തമ്മിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ടോ? ആ തെളിവുകൾ അനുസരിച്ചായിരിക്കില്ലേ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ? ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തസ്ലിമ സുൽത്താനയ്ക്ക് സ്വർണവും ഒപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവും പെൺവാണിഭവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 5 പേരെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിൽ ഈ പൂർണ്ണമായും ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമല്ല, നാളെ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ള ജിൻഡോ ഒപ്പം തന്നെ ജോഷി എന്നിവർക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട്. അത് സംബന്ധിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ ആരാഞ്ഞപ്പോൾ മറ്റു ചില മറുപടികളാണ് തന്നത്. ലഹരിയുമായോ മറ്റെന്തെങ്കിലും ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നല്ല, അത് വേറെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട
ഏത് തരത്തിലുള്ള ക്രയവിക്രയമാണ് ഈ പറയുന്ന നടന്മാരല്ലെങ്കിൽ ഈ മോഡലുകൾ ഈ ബിഗ് ബോസ് താരമൊക്കെ തന്നെ നടത്തിയിട്ടുള്ളതെന്ന കാര്യം കൃത്യമായി അറിയേണ്ടതുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ അടക്കം ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് സാധാരണഗതിയിലൊക്കെ തന്നെ അത് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട കാലാവധി അടക്കം നീട്ടിക്കൊണ്ട്, അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ട സമയമടക്കം കൊടുത്തുകൊണ്ട് അതിൽ വലിയ സമ്മർദ്ദം ചെലുത്താതെ കൃത്യമായ പ്രതികളെയും ഒപ്പം തന്നെ ഈ കഞ്ചാവിനെ സംബന്ധിച്ചുള്ള ഉറവിടത്തെ കണ്ടെത്താനുള്ള സാവകാശങ്ങളടക്കം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടി അടക്കം ഒരു 3-4 അതായത് ഒരു മാസത്തിലധികം വൈകിയ ശേഷമാണ് എക്സൈസ് സംഘം ഇവരെ വിളിച്ചു തന്നെ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് ശേഖരണം ഇതിന് മുൻപ് തന്നെ നടത്തിയിട്ടുണ്ട്. തസ്ലീമയുടെ ഫോണിൽ നിന്നും നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെ ചില തെളിവുകളൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ 3 കിലോ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരന് കൊണ്ടുവന്നതല്ല, അത് ഏതോ ഒരു പ്രമുഖന് വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ഒരു പക്ഷേ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എക്സൈസ് സംഘം അന്വേഷിക്കുന്നത് ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ്. നടന്മാരെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഏകദേശം ഒരു വിവരം ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവർ നേരത്തെ നടന്മാരുമായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, നടന്മാർക്ക് ലഹരി കൈമാറിയിട്ടുണ്ട് എന്ന് ഇവരെ പിടികൂടിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലപ്പുഴ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് CA മഹേഷ് തന്നെ അല്പനിമിഷം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 2 നടന്മാരും ഈ മോഡലുമായി ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് എക്സൈസിന് ഉറപ്പിക്കുന്നുണ്ട്. ഇനി അത് എത്ര അളവിലുള്ള ക്രയവിക്രയം, അതായത് കഞ്ചാവ് വാങ്ങിയിട്ടുണ്ട്, എപ്പോഴാണ് വാങ്ങിച്ചത്, ഇപ്പോൾ പിടിയിലായ ഈ 3 കിലോ, അതിനു മുമ്പ് കൊണ്ടുവന്ന 6 കിലോയിൽ നിന്നും ഏതെങ്കിലും ഭാഗം കൊടുത്തിട്ടുണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 കിലോ ബാക്കി അവശേഷിക്കുന്ന 3 കിലോ കൊച്ചിയിൽ എത്തിച്ച ശേഷം 3 സ്ഥലങ്ങളിൽ ഇവർ താമസിച്ചു. ഒരു ഫ്ലാറ്റിലും ഒപ്പം തന്നെ 2 സ്ഥലത്ത് ലോഡ്ജിലും താമസിച്ചു. അങ്ങനെ ഈ 2-3 ദിവസം അവിടെ തങ്ങിയ ഘട്ടത്തിൽ ഈ 3 കിലോ കഞ്ചാവ് ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ, അത് സിനിമാ മേഖലയിലെ ആളുകൾക്കാണോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മോഡൽ സൗമ്യയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് ഈ സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൈമാറിയിട്ടുമുണ്ട്. ക്രിസ്റ്റീന. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 പേരെ ചോദ്യം ചെയ്യുന്നതിൽ 2 പേർക്ക് നാളെ ഹാജരായാൽ മതി. അവർ സാവകാശം തേടിയിരുന്നു. 3 പേരിൽ 2 പേർ ഇപ്പോൾ ഹാജരായിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും നേരത്തെ തന്നെ പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ അവർ 2 പേരും ഹാജരായിരിക്കുന്നു. ഇനിയിപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള മോഡലാണ് ഹാജരാകാനുള്ളത്. എന്തായാലും AEC അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വന്നു കഴിഞ്ഞ് ചോദ്യം ചെയ്യൽ ആരംഭിക്കും.